സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. പോളിംഗ് ബൂത്ത് വസ്ത്രം മാറാനുള്ള മുറിയല്ല. CCTV-കൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നു. ഇത് ചോദിക്കുന്നത് നടൻ പ്രകാശ് രാജാണ്. പോളിംഗ് ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് സ്ത്രീകളുടെ സ്വകാര്യത ലംഘനമാണെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ വാദത്തെ ട്രോളുകയാണ് പ്രകാശ് രാജ്. ശരിയല്ലേ? സംശയം വരുമ്പോൾ പരിശോധിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് CCTV-കൾ പോളിംഗ് ബൂത്തുകളിൽ സ്ഥാപിച്ചത്? 45 ദിവസം കഴിഞ്ഞ് ആ ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ്? 45 ദിവസം വരെ മാത്രമേ സംശയങ്ങൾ വരാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തണം, നമുക്ക് തോന്നണം. എന്തായാലും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി അപഹാസ്യമായ അവസ്ഥയിലാണ്. ആ കസേരയിൽ ഇരുന്ന് ജ്ഞാനേഷ് കുമാർ എന്ന കേരള കേഡർ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞ സെൽഫ് ഗോൾ തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യം ചർച്ച ചെയ്യുകയാണ്. ജ്ഞാനേഷിന്റെ വാദങ്ങളോട് RSSനും അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. രാഹുലിന്റെ മൈലേജ് കൂട്ടുന്ന വിശദീകരണമെന്നാണ് RSSന്റെ വിലയിരുത്തൽ. ഇതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയാം. എന്തായാലും ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകാനുള്ള ആലോചനയിലാണ് ഇന്ത്യ സഖ്യം. ഞങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരയുകയായിരുന്നു, പക്ഷേ വന്നത് BJPയുടെ പുതിയ വക്താവാണ് എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പരിഹാസം. ഈ ഘട്ടത്തിൽ ആരാണ് ജ്ഞാനേഷ് കുമാർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയ TN ശേഷനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജ്ഞാനേഷ് കുമാർ കേരള കേഡർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ശേഷൻ മലയാളിയാണ്. ശേഷനിൽ നിന്ന് ജ്ഞാനേഷ് കുമാറിലേക്കുള്ള പരിണാമം കൂടിയാണ് ആ അർത്ഥത്തിൽ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇംപീച്ച്മെന്റ് നീക്കം പരാജയപ്പെട്ടാലും അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ചും വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് അറിയാം. ഒപ്പം TN ശേഷനെ കുറിച്ചും പെട്ടെന്ന് അറിഞ്ഞു വരാം. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ജനിച്ച ജ്ഞാനേഷ് കുമാർ 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. എറണാകുളം ജില്ലാ കളക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചു. 2015 മുതൽ കേന്ദ്ര സർവീസിലാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി ആദ്യം നിയമനം. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ജമ്മു കാശ്മീർ, ലഡാക്ക് പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ട്രസ്റ്റിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് പാർലമെന്റ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി. 2024 ജനുവരി മുതൽ സഹകരണ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായി. വിരമിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ എന്നാണ് കണക്കാക്കുന്നത്. കേന്ദ്ര സർവീസിൽ എത്തിയ ശേഷം ജ്ഞാനേഷ് കുമാർ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തതും അമിത്ഷായ്ക്കൊപ്പമാണ്, ആഭ്യന്തര വകുപ്പിലും സഹകരണ വകുപ്പിലും. ഇതേ അടുപ്പം കാരണം തന്നെയാണ് ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ വഴി ഇങ്ങനെയാണ്. 2023 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്. അതായത് ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. പകരം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ആ മന്ത്രി മറ്റാരുമല്ല എന്ന് നമുക്കറിയാമല്ലോ. അതെ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തി. അതായത് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് പ്രധാനമന്ത്രിയും അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മാത്രം. അങ്ങനെയുള്ള സെലക്ഷൻ കമ്മിറ്റി വന്നതിന് ശേഷമാണ് 2024 മാർച്ച് 15 ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയത്. 2025 ഫെബ്രുവരിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടുകയും ചെയ്തു. 2029 വരെയാണ് ജ്ഞാനേഷ് കുമാറിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള കാലാവധി. ആ ജ്ഞാനേഷ് കുമാർ BJP നേതാവിനെ പോലെ ഈ കാര്യങ്ങളെല്ലാം ന്യായീകരിച്ചില്ല എങ്കിൽ മാത്രമല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനേഷ് കുമാർ ഇരിക്കുന്ന കസേരയിൽ 1990 മുതൽ 96 വരെ ഇരുന്ന തിരുനെല്ലൈ നാരായണ അയ്യർ ശേഷൻ എന്ന TN ശേഷൻ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമാക്കാൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഫോട്ടോയുള്ള വോട്ടർ ID കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇതിലൂടെ വ്യാജ വോട്ടിംഗ് തടഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമാക്കി. ജാതിമത അടിസ്ഥാനത്തിലുള്ള പ്രചാരണമൊക്കെ കർശനമാക്കി വിലക്കി. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് പരിധി തീരുമാനിച്ചു. ചെലവ് കണക്ക് കാണിക്കാത്തവരെ അയോഗ്യരാക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ക്രമക്കേട് കണ്ട തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കി. ഉദാഹരണം 1991 പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, 1992 ബീഹാർ തെരഞ്ഞെടുപ്പ്. 1993 മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനിടെ മകൻ സെയ്ദ് അഹമ്മദിനു വേണ്ടി പ്രചാരണം നടത്തിയ ഹിമാചൽ പ്രദേശ് ഗവർണർ ഗുൽഷർ അഹമ്മദിന് രാജിവെക്കേണ്ടി വന്നു. അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസിന് TN ശേഷൻ ഒരു തലവേദനയായി തന്നെ മാറി.
1993 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൾട്ടി മെമ്പർ ബോഡിയാക്കി കോൺഗ്രസ് മാറ്റി. അങ്ങനെ ശേഷന്റെ അധികാരം കുറച്ചു. എന്നിട്ടും ഉഗ്രപ്രതാപിയായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി TN ശേഷൻ തുടർന്നു. അതായത് പറഞ്ഞു വന്നത്, അത്രയും അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ജ്ഞാനേഷ് കുമാർ ഇങ്ങനെ പാദസേവ ചെയ്യുന്നത്. ദയനീയമെന്നല്ലാതെ എന്ത് പറയാൻ. ഇനി ഇംപീച്ച്മെന്റ് നടപടികളെ കുറിച്ച് പറയാം. ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയാൽ തന്നെ അത് ചരിത്രമാണ്. കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിപക്ഷം ഇതുവരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിട്ടില്ല. പ്രമേയം വിജയിക്കണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷത്തോടെ അത് പാസ്സാകണം. അതിന് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ അജണ്ട മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റ് നോട്ടീസിന്റെ ആലോചന നടത്തുന്നത്. നോട്ടീസ് നൽകിയാൽ അത് വോട്ട് ചോരി ആരോപണത്തെ പൊതുജന ശ്രദ്ധയിൽ കൂടുതൽ കാലം നിലനിർത്താൻ സഹായിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടും. പ്രതിപക്ഷ ഐക്യം പ്രകടമാക്കാം. മാത്രമല്ല, അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിന്റെ ധൈര്യത്തെ തന്നെ അത് പ്രതിനിധീകരിക്കും. പ്രമേയം സംബന്ധിച്ച ചർച്ചയിൽ ജ്ഞാനേഷ് കുമാറിന്റെ നിലപാടിനെയും വോട്ട് ചോരി ആരോപണങ്ങളെയും കൂടുതൽ പാർലമെന്റിൽ വിശദീകരിക്കാൻ രാഹുലിനും കൂട്ടർക്കും അവസരവും കിട്ടും. ഒരുപക്ഷെ മുഖം രക്ഷിക്കാൻ ജ്ഞാനേഷ് കുമാറിന്റെ രാജിയിലേക്ക് തന്നെ അത് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇംപീച്ച്മെന്റ് നീക്കം ഇന്ത്യ സഖ്യത്തിന്റെ ആലോചനയിൽ സജീവമായി തന്നെ ഉള്ളത്. ജ്ഞാനേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം RSS കേന്ദ്രങ്ങളുടെ അപ്രീതിക്കും കാരണമായിട്ടുണ്ട് എന്നാണ് സൂചന. ജ്ഞാനേഷിന്റെ വിശദീകരണങ്ങൾ പലതും തിരിച്ചടിച്ചു എന്നാണ് RSSന്റെ വിലയിരുത്തൽ. വീടില്ലാത്തവർക്കാണ് 0 നമ്പർ നൽകിയത് എന്ന വാദം സർക്കാരിനും തിരിച്ചടിയാണെന്ന് RSS ബുദ്ധികേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. വീടില്ലാത്ത ഇത്രയും ജനങ്ങൾ BJP ഇത്രയും കാലം ഭരിച്ചിട്ടും ഈ രാജ്യത്തുണ്ടോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷത്തിന് ഉയർത്താൻ അത് അവസരം നൽകിയെന്നാണ് RSS പറയുന്നത്. രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ട കമ്മീഷൻ അനുരാഗ് താക്കൂറിന്റെ കാര്യത്തിൽ മൗനം പാലിച്ചതും വിനയായെന്ന് പരിവാർ കേന്ദ്രങ്ങൾ പറയുന്നു. ഒട്ടും തയ്യാറെടുപ്പ് നടത്താതെ തിടുക്കപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനമായിപ്പോയെന്ന് തന്നെയാണ് RSSന്റെ വിലയിരുത്തൽ. കമ്മീഷന്റെ വാദങ്ങളെല്ലാം ദുർബലമായിരുന്നു. സംഘപരിവാറുകാർക്ക് പോലും ദഹിക്കുന്നതല്ല. ഇതിലൂടെ രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്രയ്ക്ക് കൂടുതൽ മൈലേജ് കിട്ടിയെന്നാണ് BJPയിൽ തന്നെയുള്ള അഭിപ്രായം. हिंदुस्तान की आत्मा की आवाज है और जब ये लोग वोट चोरी करते हैं तो ये इस आत्मा पर आक्रमण करते हैं, ये इस संविधान पर आक्रमण करते हैं. ये भारत माता पर आक्रमण कर रहे हैं और हम भारत माता पे ना नरेंद्र मोदी को ना इलेक्शन कमीशन को आक्रमण करने देंगे. इस संविधान को कोई नहीं मिटा सकता, इस संविधान को कोई नहीं छू सकता. और इलेक्शन कमिश्नर, आप अच्छी तरह समझ लो, अगर आपने अपना काम नहीं किया तो आप पर सख्त कार्रवाई होने जा रही है. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഇംപീച്ച്മെന്റ് നീക്കത്തെ BJP വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതിനാൽ അമിത്ഷായുടെ പ്രിയപ്പെട്ടവനായ ജ്ഞാനേഷ് കുമാറിനെതിരെ എന്തെങ്കിലും നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതും നമ്മൾ ഇനി കണ്ടറിയണം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോ ലഭിക്കാൻ കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.